എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് 20 ഡേയ്സ് ചലഞ്ചിലെ ഏറ്റവും ലാസ്റ്റ് ദിവസത്തെ 19ാമത്തെ ദിവസത്തെ MCQ ആണ്. എന്താണ് ലാസ്റ്റ് എന്ന് പറഞ്ഞല്ലേ? ഇതോടുകൂടി നമ്മുടെ ടോപ്പിക് വൈസ് MCQ കഴിഞ്ഞു. നാളെ ഉള്ളത് ഒരു മെഗാ റിവിഷനാണ്. മെഗാ റിവിഷൻ അല്ല, ഒരു മെഗാ മോക്ക് ടെസ്റ്റ് എന്ന് പറയാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് രീതിയിൽ എഴുതാൻ പാകത്തിന് യൂട്യൂബിലൂടെ പറഞ്ഞു തരുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൻസറും റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നാളെ ഉണ്ടാവുക. അപ്പോൾ ഇന്നോടുകൂടി നമ്മുടെ ഈ 50 ക്വസ്റ്റ്യൻസ് വീതമുള്ള 20 ഡേയ്സ് MCQ ചലഞ്ച് തീരുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താപനില അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം ഏതാണ്? താപനില അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം ഏതാണ്? ഇതാണ് കെൽവിൻ അല്ലേ? കെൽവിനാണ് വരുന്നത്. K for കെൽവിൻ. അടുത്ത ചോദ്യം, പ്രകാശത്തിൻ്റെ പ്രതിഫലനവുമായി ബന്ധപ്പെട്ട് ഇൻസിഡൻസ് ആംഗിളും അതോടൊപ്പം തന്നെ റിഫ്ലക്ഷൻ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഫോർമുല ഏതാണ്? I = R. എന്തുകൊണ്ടാണ്? പ്രകാശത്തിൻ്റെ പ്രതിഫലന നിയമം, അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതാണ് I അല്ലേ? അത് പതനക്കോണം. അതോടൊപ്പം തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R എപ്പോഴും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത്, ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ഹേർട്സ് ആണ് കേട്ടോ. ഹേർട്സ്, ഓപ്ഷൻ ബി ഹേർട്സ് ആണ്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നത് ഡെസിബൽ ആണ് കേട്ടോ. ഡെസിബൽ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റേതാണ്? ഗാനിമീഡ് ഏതിൻ്റേതാണ്? വ്യാഴത്തിൻ്റേതാണ് അല്ലേ? വ്യാഴത്തിൻ്റേതാണ് കേട്ടോ. ടൈറ്റൻ ഏതിൻ്റെയാണ്? ടൈറ്റൻ അത് ശനിയുടേതാണ് കേട്ടോ. ടൈറ്റൻ ശനിയുടേതാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതാണ് അപവർത്തനം. പ്രകാശം വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗത കൂടുന്നു. ഏതൊക്കെ ശരിയായിട്ടുള്ളത്? ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ദിശ മാറുന്നതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശം വായുവിൽ നിന്ന് സാന്ദ്രത കൂടിയ ജലത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗത കുറയുകയാണ് ഉണ്ടാവുന്നത്. കൂടുകയല്ല, കുറയുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. വെള്ളം തിളയ്ക്കുന്ന താപനില ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്? അതായത് സെൽഷ്യസിൽ 100 ഡിഗ്രി അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലാണ് ശുദ്ധജലം തിളയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ അത് എത്രയാണ് വരിക? 212 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്. എങ്ങനെ കണ്ടുപിടിക്കും? C × 9/5 + 32 അല്ലേ? അതെ. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ദൂരവും വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ദൂരവും വക്രത ആരവും റേഡിയസ് ഓഫ് കർവേച്ചർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതാണ്? R = 2F. അതായത് ഒരു ഗോളീയ മിററിൻ്റെ വക്രത ആരം R എപ്പോഴും അതിൻ്റെ ഫോക്കൽ ദൂരത്തിൻ്റെ Fൻ്റെ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. ഓക്കെ, ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കുമോ? ശബ്ദത്തിന് സാധിക്കുമോ? സാധിക്കില്ല അല്ലേ? ശബ്ദം എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വേവാണ്. അത് സഞ്ചരിക്കാൻ അതിനൊരു ഭൗതികമായിട്ടുള്ള മാധ്യമം അനിവാര്യമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഏതത്? ശുക്രനാണ് കേട്ടോ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണെങ്കിലും ചൂട് കൂടിയത് ഏതാണ്? ശുക്രനാണ് കേട്ടോ. ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ശബ്ദ തരംഗങ്ങളിൽ മാധ്യമത്തിലെ കണികകൾ തരംഗദിശയ്ക്ക് സമാന്തരമായി ചലിക്കുന്നതിനാലാണ് അത് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. പ്രകാശ തരംഗങ്ങൾ ലംബമായി ചലിക്കുന്നതിനാൽ അത് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് താപം നൽകുമ്പോൾ അതിൻ്റെ താപനിലയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഒരു വസ്തുവിലേക്ക് താപം നൽകുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
താപനില കൂടുന്നു അല്ലേ? ഒരു വസ്തുവിലേക്ക് താപം നൽകുമ്പോൾ അതിൽ തന്മാത്രകളുടെ ചലനോർജ്ജം കൂടുകയും അങ്ങനെ താപനില വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം അഥവാ സ്കാറ്ററിംഗ് അല്ലേ? സ്കാറ്ററിംഗ് അഥവാ വിസരണമാണ്. മനുഷ്യന് ശ്രവിക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി, മനുഷ്യന് ശ്രവിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാ? 20 മുതൽ 20,000 ഹെർട്സ് വരെ അല്ലേ? 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അത് ബുധനും ശുക്രനുമാണ് കേട്ടോ. സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹങ്ങൾക്ക് എന്തില്ല? സ്വാഭാവിക ഉപഗ്രഹങ്ങൾ ഇല്ല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗ്രഹങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാരം പ്ലൂട്ടോ ഇപ്പോഴും ഒരു പ്രധാന ഗ്രഹമാണ്. യുറാനസ് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തെ മാത്രം. എന്താണ്? 2006 പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കി അല്ലേ? കുള്ളൻ ഗ്രഹം, ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇനി യുറാനസ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ്. അത് ശരിയല്ലേ? അത് ശരിയാണ് കേട്ടോ. ദ്രാവകങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രധാന രീതിയെ പറയുന്ന പേരെന്താണ്? ഏതാണത്? സംവഹനം അഥവാ കൺവെക്ഷൻ അല്ലേ? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് എങ്ങനെയാണ്? തന്മാത്രകളുടെ യഥാർത്ഥ ചലനം വഴിയാണ്. അതിനെയാണ് സംവഹനം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷനൊക്കെ, അഡ്ഹെക്ഷനൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. പിക്ചറൊക്കെ വെച്ചാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാ? 25 സെൻറ്റിമീറ്റർ. ഓക്കെ, 25 സെൻറ്റിമീറ്റർ. സിനിമാ തിയേറ്ററുകളുടെ ഭിത്തികൾ ശബ്ദം ആഗിരണം ചെയ്യുന്ന പരുക്കൻ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നത് എന്ത് തടയാനാണത്? അനുരണനം അഥവാ റിവർബറേഷൻ അല്ലേ? ശബ്ദം വലിയ ഹാളുകളിൽ ആവർത്തിച്ച് പ്രതിഫലിപ്പിച്ച് യഥാർത്ഥ ശബ്ദവുമായി കൂട്ടിക്കലർന്ന് വ്യക്തത നഷ്ടപ്പെടുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരുക്കം ഭിത്തികളും കുഷ്യൻ സീറ്റുകളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ശബ്ദത്തെ ആഗിരണം ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്, ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ അല്ലേ? ചുവന്ന ഗ്രഹം മാർസ്, ചൊവ്വയാണ്. എന്തുകൊണ്ടാണ്? ഉപരിതലത്തിൽ വലിയ അളവിൽ ഇരുമ്പ് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളതിനാലാണ് ചുവപ്പ് കലർന്ന നിറത്തിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, താപ കൈമാറ്റത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. വികിരണത്തിന് യാതൊരുവിധ മാധ്യമവും ആവശ്യമില്ല. ഓക്കെ, ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? രണ്ടും ശരിയാണല്ലേ? എന്തുകൊണ്ടാണ്? സൂര്യനിൽ നിന്നും ശൂന്യാകാശത്തിലൂടെയാണ് താപം ഇവിടെ എത്തുന്നത്, ഭൂമിയിലെത്തുന്നത്. അപ്പോൾ അതിന് സഞ്ചരിക്കാൻ ഒരു ഭൗതിക മാധ്യമത്തിൻ്റെയും ആവശ്യമുണ്ടാവില്ല. ഇനി കേവല പൂജ്യം എന്നറിയപ്പെടുന്ന താപനില എത്രയാണ്? കേവല പൂജ്യം -273 അല്ലേ? 273.15 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിൻ സ്കെയില് 0 കെൽവിൻ ആണ് കേട്ടോ. മരുഭൂമിയിലെ ജലമരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ചൂട് കാലത്ത് റോഡിലോ അല്ലെങ്കിൽ മരുഭൂമിയിലോ വെള്ളം കെട്ടിക്കിടക്കുന്നതായി തോന്നൂല്ലേ? അങ്ങനെയൊക്കെ. അതെന്താണ്? പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് കേട്ടോ അത്. അടുത്ത ചോദ്യം, ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിലാണ്? ഏതിലത്? ശബ്ദത്തിൻ്റെ വേഗത ഖരപദാർത്ഥം അല്ലെങ്കിൽ ഇരുമ്പ് പോലുള്ള ഖരപദാർത്ഥങ്ങളിലാണ്. വായുവിലാണ് വേഗത കുറവ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം നിലവിലേതാണ്? ശനിയല്ലേ? അതെ, ശനിയാണ് കേട്ടോ. മിററുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററുകളാണ്. കോൺവെക്സ് മിററുകൾ എപ്പോഴും യഥാർത്ഥവും തല കീഴായതുമായ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്?
ഒന്നാമത്തെ ശരിയാണല്ലേ. അതായത് റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്, അത് ശരിയാണ്. എന്നാൽ കോൺവെക്സ് മിററുകൾ എപ്പോഴും വെർച്വൽ ആയിട്ടുള്ളത് നിവർന്ന പ്രതിബിംബങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നേരെയുള്ള നിവർന്ന പ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. താപനില കൂടുമ്പോൾ വായുവിൽ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? താപനില കൂടുമ്പോൾ, വായുവിൻ്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രസരണ വേഗതയും എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ് ചെയ്യുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ശബ്ദ തരംഗങ്ങൾ അല്ലേ. പ്രകാശം, എക്സ്റേ, റേഡിയോ തരംഗങ്ങളൊക്കെ എന്താണ്, അശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. എന്നാൽ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിൽ വരുന്നതാണ്. പ്രകാശത്തിന് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അത് എന്തിൻ്റെ യൂണിറ്റാണ്? പേരിൽ വർഷം എന്നുള്ളത് കൊണ്ട് മാറിപ്പോരുത്, നമുക്കറിയാം അല്ലേ. എന്തിൻ്റെ യൂണിറ്റാണത്? ഡിസ്റ്റൻസ് അല്ലേ, ദൂരം. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? അത് ശനിയാണ് കേട്ടോ. ശനി ഏറ്റവും സാന്ദ്രത കുറഞ്ഞത്, ജലത്തിൻ്റെ സാന്ദ്രതയേക്കാൾ കുറവാണ്. സൗരയൂഥത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ബുധന് ശക്തമായ അന്തരീക്ഷവും നിരവധി ഉപഗ്രഹങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ശരിയാണല്ലേ. സൂര്യന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്. എന്നാൽ ബുധന് അന്തരീക്ഷമില്ല എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഉപഗ്രഹങ്ങളും ഇല്ല. അടുത്ത ചോദ്യം, ഒരു വസ്തു ആഗിരണം ചെയ്യുന്ന താപത്തിൻ്റെ അളവ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു വസ്തു ആഗിരണം ചെയ്യുന്ന താപത്തിൻ്റെ അളവ് എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉള്ളത്? എന്തിനൊക്കെയാണ്? മാസ്, ദ്രവ്യത്തിൻ്റെ സ്വഭാവം, താപനിലയിലുള്ള വ്യത്യാസം, ഇവയെല്ലാത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അടുത്ത ചോദ്യം, തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ ദൃശ്യപ്രകാശം ഏതാണ്? നമ്മുടെ ദൃശ്യപ്രകാശം വിബ്ജിയോർ അല്ലേ. അതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയത്, തരംഗ ദൈർഘ്യം കൂടിയത് ഏതിനാണ്? ചുവപ്പ് അല്ലേ. ചുവപ്പിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും തടസ്സവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഏകദേശം എത്രയായിരിക്കണം? പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും തടസ്സവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കണം? ഏകദേശം എത്രയായിരിക്കണം? 17 മീറ്റർ കേട്ടോ. ഏകദേശം 17 മീറ്റർ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രൻ അല്ലേ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ശബ്ദത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ശബ്ദത്തിൻ്റെ പിച്ച് നിശ്ചയിക്കുന്നത് അതിൻ്റെ ആവൃത്തിയാണ്. സ്ത്രീകളുടെ ശബ്ദത്തിന് പുരുഷന്മാരെക്കാൾ പിച്ച് കുറവാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ മാത്രം അല്ലേ. ശബ്ദത്തിൻ്റെ പിച്ച് നിശ്ചയിക്കുന്നത് ആവൃത്തിയാണ്, അത് കറക്റ്റാണ്. പക്ഷേ സ്ത്രീകളുടെ ശബ്ദത്തിന് പുരുഷന്മാരേക്കാൾ ആവൃത്തിയും പിച്ചും കൂടുതലാണ്, കുറവല്ല, കൂടുതലാണ്. ഒരു കലോറി എന്നാൽ ഏകദേശം എത്ര ജൂളാണ് ഒരു കലോറി? ഏകദേശം 4.18. അപ്പം 4.2 ജൂള്. ഡെന്റിസ്റ്റുകൾ പല്ല് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? അത് കോൺകേവ് മിററാണ് കേട്ടോ. കോൺകേവ് മിറർ അല്ലേ. കോൺകേവ് മിററാണ് പല്ലുകളുടെ വലിയ ചിത്രമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോണാർ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗം. സോണാറിൽ ഏത് തരംഗമാണ്? ഇത് കടലിൻ്റെ ആഴമളക്കാനും മുങ്ങിപ്പോയ കപ്പലുകളും മറ്റും കണ്ടെത്താനും ഉപയോഗിക്കുന്നതാണ് സോണാർ. അതിൽ ഏത് തരംഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ് കേട്ടോ. അൾട്രാസോണിക് തരംഗങ്ങളാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ശുക്രനും യുറാനസുമാണ് അല്ലേ. ശുക്രനും യുറാനസും. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു മാധ്യമത്തിൻ്റെ താപനില കൂടുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗത കൂടുന്നു. ഈർപ്പമുള്ള വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത വരണ്ട വായുവിനേക്കാൾ കൂടുതലായിരിക്കും. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? താപനില കൂടുമ്പോൾ ശബ്ദവേഗത കൂടുന്നു. ഇനി ഈർപ്പമുള്ള വായുവിന് വരണ്ട വായുവിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അതിലൂടെ എന്ത് ചെയ്യും? ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും.
ക്ലിനിക്കൽ തെർമോമീറ്ററിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഏതാണ്? മെർക്കുറിയാണ് കേട്ടോ, മെർക്കുറി. വൈരത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഡയമണ്ടിൻ്റെ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തരിക പ്രതിഫലനം. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിൻ്റെ തീവ്രത ഏതാത്? ഡെസിബൽ ആണ്, ഡെസിബൽ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. മൂന്നാണ് അല്ലേ, മൂന്നാണ്. സൗരയൂഥത്തിലെ വാതക ഭീമന്മാരെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. വ്യാഴം, ശനി എന്നിവ വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. ഇവയ്ക്ക് പ്രധാനമായും പാറകൾ നിറഞ്ഞ കട്ടിയുള്ള ഉപരിതലമാണുള്ളത്. ഏതാ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ശരിയാണല്ലേ, രണ്ടാമത്തെ തെറ്റും. കാരണം വ്യാഴം, ശനി എന്നിവ വാതക ഭീമന്മാരാണെന്ന് പറയുന്നു, ഗ്യാസ് ജയൻസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ കട്ടിയുള്ള പാറ ഉപരിതലമല്ല ഉള്ളത്, മറിച്ച് ഹൈഡ്രജനും ഹീലിയോ നിറഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി മാറിയത്. അടുത്ത ചോദ്യം, വെള്ളം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? വ്യാപ്തം എന്ത് ചെയ്യുന്നു? വ്യാപ്തം കൂടുന്നു അല്ലേ. വെള്ളം തണുക്കുമ്പോൾ അസാധാരണമായി വികസിക്കുകയാണല്ലേ. അപ്പം അതിന് വ്യാപ്തം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാ? പ്രകാശം എവിടെയാ? അത് ശൂന്യതയിലാണല്ലേ പ്രകാശത്തിന്. മാധ്യമങ്ങളുടെ ആ ഇതല്ല, എന്താണ്? ശൂന്യതയാണ് പ്രകാശം. കടൽ ജലത്തിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കടലിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫാത്തോമീറ്റർ ആണ് കേട്ടോ, ഫാത്തോമീറ്റർ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഏകദേശം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ്. ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ഫാരൻഹീറ്റ് സ്കെയിലിലും സെൽഷ്യസ് സ്കെയിലിലും മൂല്യങ്ങൾ -40 ഡിഗ്രിയിൽ തുല്യമായിരിക്കും. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ. അതായത് -40 ഡിഗ്രിയിൽ രണ്ട് സ്കെയിലുകളിലും തുല്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസിൽ 37ഉം ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 50 ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നാളെയുള്ള ആ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫുൾ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മോക്കല്ലാട്ടോ, ശരിക്കും അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ അത് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാം. താങ്ക്